നമസ്കാരം. വഴിക്കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ചില യാത്രകളിൽ കാറിൻ്റെ ഡാഷ് ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങളാണ് വഴിക്കാഴ്ചകളിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇത് വഴിക്കാഴ്ചയുടെ ആദ്യ എപ്പിസോഡാണ്. കൂത്താട്ടുകുളത്തു നിന്നും തൊടുപുഴയിലെ കോലാരിയിലേക്കാണ് യാത്ര. ഇപ്പോൾ കൂത്താട്ടുകുളം ഹൈസ്കൂൾ റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്നതിൻ്റെ വലതുവശത്തായി കാണുന്നത് ഹൈസ്കൂളിൻ്റെ കോമ്പൗണ്ടാണ്. കൂത്താട്ടുകുളം ഹൈസ്കൂളിൻ്റെ കോമ്പൗണ്ടാണ്. ഹൈസ്കൂൾ കെട്ടിടങ്ങളും ഹയർ സെക്കൻഡറി കെട്ടിടങ്ങളും പിന്നെ സ്കൂളിൻ്റെ ഗ്രൗണ്ടും ഒക്കെയാണ് വലതുവശത്തായി കാണുന്നത്. ചെറിയ ഒരു വഴിയിലൂടെയാണ് ഈ യാത്ര തുടരുന്നത്. അതിപ്രശസ്തമായൊരു ക്ഷേത്രമാണ് ഇടതുവശത്തായിട്ട് കാണുന്നത്. കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രം. ഏതാണ്ട് 1000ഓളം കൊല്ലം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണത്. അത് സംരക്ഷിക്കുന്ന കാര്യങ്ങളും അതിനെ പുനരുദ്ധരിക്കുന്ന കാര്യങ്ങളുമൊക്കെ നിലവിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുങ്ങിയ വഴിയാണ്. 2 കാറുകൾക്ക് സുഗമമായി കടന്നു പോവാം. വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ കടന്നു പോകുന്ന കുറച്ച് പാടാണ്. കുറച്ച് ബസ്സുകളൊക്കെ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. ഇത് നേരെ നമുക്ക് ഈ വഴിയിലൂടെ പാലക്കുഴ, അണ്ടപ്പള്ളി, ആരക്കുഴ, മൂവാറ്റുപുഴ, തൊടുപുഴ, വഴിത്തല, പണ്ടപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. ചെറിയ ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും വളവുകളും തിരിവുകളും ഒക്കെ ഉള്ളൊരു വഴി. ഓണമായതുകൊണ്ട് റോഡിൽ തിരക്ക് വളരെ കുറവാണ്. ഓണത്തിൻ്റെ സദ്യയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ഒരു സമയത്താണ് തൊടുപുഴയിലെ കോളനിയിലേക്കുള്ള ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി വീണ്ടും വരിക എന്ന ബോർഡ് നമ്മളിപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അത് കൂത്താട്ടുകുളം നഗരസഭയുടെയും പാലക്കുഴ പഞ്ചായത്തിൻ്റെയും അതിർത്തികൾ വേർതിരിയുന്ന ഇടമാണ്. ഗ്രാമീണമായ അന്തരീക്ഷമാണ് നമ്മൾ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും. വീടുകൾ, ചെറിയ ചെറിയ കടകൾ, കൃഷിയിടങ്ങൾ, വലിയ റബ്ബർ തോട്ടങ്ങൾ, വലിയ വലിയ മരങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ച, ഈ യാത്രയിലെ കാഴ്ച. വഴിക്ക് വലിയ വീതിയില്ല എന്നുണ്ടെങ്കിലും നല്ല വഴിയാണ്. 2 സൈഡിലും കൃത്യമായി ലൈൻ മാർക്കിംഗ് കൊടുത്തിരിക്കുന്ന വഴി. റോഡിൻ്റെ മധ്യത്തിലൂടെ വരകളൊന്നും കൊടുത്തിട്ടില്ല. അതിനുള്ള സ്ഥലം ഇല്ലാത്ത ആണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ വലത്തേക്ക് തിരിയുകയാണ്. ഈ ഒരു കുരിശുപള്ളിയാണ് നമ്മുടെ മുന്നിൽ. സെൻറ്റ് മേരീസ് ചാപ്പലാണത്. സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഒരു ചാപ്പലാണ് കടന്നു പോകുന്നത്. ആ ചാപ്പലിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞത്. ഇതുവരെ വന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വഴി കുറച്ച് മോശം അവസ്ഥയിലേക്കാണ്. ഒരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇരു സൈഡുകളിലും വലിയ മരങ്ങൾ, റബ്ബറുകൾ, തെങ്ങുകൾ, വാഴകൾ, അങ്ങനെയുള്ള കൃഷികളാണ്. വടിയേരികൾ, വീടുകളുണ്ട്, കപ്പത്തോട്ടങ്ങളുണ്ട്. ഇതാ വലിയ ഒരു വാഴത്തോട്ടമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇടതുവശത്തായിട്ട് കാണുന്നത്. ഈ പ്രദേശങ്ങളിൽ ചില സമയങ്ങളിൽ വരുമ്പോൾ ഇവിടെ കപ്പ കൃഷിയായിരിക്കും ഉണ്ടാകുന്നത്. വലതുവശത്തായിട്ട് ചിലപ്പോൾ കപ്പയുടെ കച്ചവടവും ഒക്കെ നടക്കാറുണ്ട്. ഇടതുവശത്ത് ചെറിയൊരു ഷെയ്ഡ് പോലെ കാണുന്നത് കോഴിപ്പള്ളിക്കാവാണ്. കോഴിപ്പള്ളി ഭഗവതി ക്ഷേത്രമാണ്. അതിൻ്റെ ഭണ്ഡാരമാണ് മുന്നിലെ ഇടതുഭാഗത്തായിട്ട് കാണുന്നത്. നമ്മുടെ ക്യാമറയുടെ പരിധിക്ക് പുറത്തായതുകൊണ്ട് ആ വിഷ്വലുകളൊന്നും നമുക്ക് കിട്ടത്തില്ല. ഡാഷ് ക്യാമറ ആയതുകൊണ്ട്
മുന്നിലേക്കുള്ള കാഴ്ചകൾ, റോഡിൻ്റെ മുന്നിലേക്കുള്ള കാഴ്ചകളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതെന്നത്. ഇത് ആദ്യത്തെ എപ്പിസോഡാണെന്ന് പറഞ്ഞു. ഇതുപോലുള്ള എപ്പിസോഡുകൾ ഇനിയും പ്രതീക്ഷിക്കാം. മറ്റൊരു ദിവസം ഇതെടുത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം, ഇത് നമുക്ക് ഇവിടെ യൂട്യൂബിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജായി ഇപ്പോൾ നമ്മൾ കാണുന്നത്. വഴി വീണ്ടും കുറച്ചുകൂടി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സഞ്ചരിച്ച വഴിയിൽ നിന്നും ചെറുതുമായിട്ടുണ്ട്. തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷം. എല്ലായിടത്തും കൃഷി എന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കപ്പ, വാഴ, ഇതൊക്കെ വഴി ഓരത്ത് തന്നെ നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഒരു കാറ് വന്ന് മുമ്പിൽ കയറാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ സ്ലോ ആക്കി കൊടുത്ത് ഒതുങ്ങി കൊടുത്താലാണ് മറ്റു വണ്ടികൾക്കൊക്കെ സുഗമമായിട്ട് ഈ വഴികളിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ആ കാറ് വന്ന് നമ്മുടെ മുന്നിൽ കയറി പോയിട്ടുള്ളത്. നമ്മളവിടെ ഒതുക്കി കൊടുത്തു. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അധികം സ്പീഡില്ലാതെയൊക്കെയാണ് യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസത്തെ ചതയാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് SNDPയുടെ മഞ്ഞ നിറത്തിലുള്ള കൊടികളാണ് വഴിയുടെ ഇരുവശങ്ങളിലും ഇതുവരെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. ഇടതുവശത്തിപ്പോൾ കന്നാര കൃഷി, അതായത് പൈനാപ്പിൾ കൃഷിയാണ് കാണുന്നത്. ഈ ഏരിയയിലൊക്കെ കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നൊരു ഏരിയയാണ്. നമ്മൾ ചെല്ലുന്ന മുന്നിലും ഒക്കെ പൈനാപ്പിൾ കൃഷി നമുക്ക് കാണാം. കാരണം പൈനാപ്പിളിൻ്റെ വാണിജ്യം നടക്കുന്ന ഒരു ഏരിയ ആണ് വാഴക്കുളം. വാഴക്കുളത്തിനോടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പൈനാപ്പിൾ കൃഷി നടക്കുന്ന ഒരു ഏരിയയാണ്. പണ്ടൊക്കെ ഈ പൈനാപ്പിൾ കൃഷി എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടങ്ങളിൽ റബ്ബർ വെട്ടിയ ശേഷം അടുത്ത റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ആണ് കന്നാര കൃഷി. ആ കന്നാര കൃഷി ചെയ്തിട്ട് അതിന് നടുവിലൂടെ റബ്ബർ തൈകൾ വയ്ക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇന്ന് ഈ റബ്ബറിൻ്റെയൊക്കെ വില കുറഞ്ഞിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് പലപ്പോഴും മറ്റ് സാധനങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ വെച്ചിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഇടതുഭാഗത്ത് നമുക്ക് ഒന്നും കാണാനില്ല, എന്താ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ വലതുഭാഗത്ത് റബ്ബർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും വലതുഭാഗത്ത് റബ്ബറിന് പകരം തേക്കും തൈകളാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ കന്നാര കൃഷിയുടെ കൂടെ ഉണ്ടായിരുന്ന റബ്ബർ പലയിടത്തും മാറി മറ്റു പല കൃഷികളും കന്നാരയുടെ ഒപ്പം മാറിയിരിക്കുകയാണ്. വഴി ഇങ്ങോട്ടെത്തും തോറും വീണ്ടും വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത വഴി. ഇത് ഓണമായിട്ട് മാത്രമല്ല, സാധാരണ ദിവസങ്ങളിലും ഈ വഴിയിൽ ഇതിൽ കൂടുതൽ വണ്ടിയൊന്നും ഉണ്ടാകാറില്ല. ഇന്നായിരിക്കും ചിലപ്പോൾ ഇതുപോലെ ഇത്രയും വണ്ടികളൊക്കെ വരുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ ഈ പോകുന്നതിൻ്റെ മുകളിലൊക്കെ ഇപ്പോൾ കന്നാര കൃഷിയാണ്. വലിയ കാട് പോലെ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നു. വലിയ വലിയ മരങ്ങൾ, ആ മരങ്ങളിലേക്ക് മറ്റ് ചെടികളൊക്കെ കയറി നിൽക്കുന്നു. വഴിയിലേക്ക് അവയൊക്കെ വളഞ്ഞു നിൽക്കുന്നു. വഴിയരികിൽ കാട് പോലെ പുല്ല് പിടിച്ച് നിൽക്കുന്നു. എല്ലാം ഗ്രാമീണമായ കാഴ്ചകൾ. ഈ വഴി നേരെ നമുക്ക് വഴിത്തലയിലേക്കാണ് ചെല്ലുന്നത്. മാറിക, വഴിത്തല എന്നീ പ്രദേശങ്ങളിലേക്കൊക്കെയാണ് ചെല്ലുന്നത്. തൊടുപുഴയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റു പല വഴികളും ഉണ്ടെങ്കിലും ഈ വഴി കുറച്ച് ദൂരം കുറവാണ്. പക്ഷേ അതിനനുസരിച്ച് നല്ല വഴിയല്ല ഇത്. തൊടുപുഴയ്ക്കുള്ള പാലക്കുഴ വഴി പോകുന്ന വഴിയും ഇപ്പോൾ അത്ര നല്ല വഴിയല്ല. അതിലും ഉണ്ട് ചെറിയ കുണ്ടും കുഴിയുമൊക്കെ.
നമ്മൾ യാത്ര തുടങ്ങിയത് കൂത്താട്ടുകുളത്തു നിന്നാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് മാറിക വഴുത്തലയോടൊക്കെ അടുത്തിരിക്കുകയാണ്. കൂത്താട്ടുകുളം എറണാകുളം ജില്ലയിലാണ്. തുടർന്ന് നമ്മൾ ഇപ്പോൾ ഇടുക്കി ജില്ലയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുവശത്തായിട്ടൊരു പള്ളി നമുക്ക് കാണാൻ പറ്റും. ഒരു വലിയ പള്ളി തന്നെയാണ്. അതിൻ്റെ പള്ളിയുടെ കോമ്പൗണ്ട് ചേർത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സെൻറ്റ് ജോസഫ് ഫെറോന പള്ളിയാണ്. മാറികയിലെ മാറിക സെൻറ്റ് ജോസഫ് ഫെറോന പള്ളിയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ വഴിത്തലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പെയ്ത മഴയുടെ വെള്ളം റോഡിലെ കുഴികളിൽ കിടപ്പുണ്ട്. കോലാനിയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാഴ്ചകൾ ഓരോന്ന് നമ്മളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. യാത്രയിലെ ദൃശ്യങ്ങൾ പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി വരുന്ന ഓരോ വീഡിയോയും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് ദൂരങ്ങൾ ദൂരയാത്രയാണെന്നുണ്ടെങ്കിൽ പോലും അതൊരുമിച്ചിടാതെ കുറച്ച് ദൂരങ്ങളായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ യാത്രയുടെ കാഴ്ചകൾ മുഴുവനായിട്ട് തന്നെ അതിനകത്ത് ഉണ്ടാവും. ആ പ്രദേശങ്ങളെല്ലാം കൃത്യമായി കാണാൻ സാധിക്കും എന്നൊക്കെയുള്ളതാണ്. നിലവിലെ ഈ ഗൂഗിൾ മാപ്പിൻ്റെ സ്ട്രീറ്റ് വ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകളുടെ ഒന്നും ആവശ്യമില്ല. എങ്കിലും ഈ കാഴ്ചകൾ നമുക്ക് പിന്നീടൊരു ദിവസം എടുത്ത് കാണാം. അതൊക്കെയാണ് അതൊരു രസമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ നമ്മൾ വഴിത്തലയിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. അതായത് കൂത്താട്ടുകുളത്തു നിന്ന് പാലക്കുഴ വഴി വരുന്ന റോഡാണ് ഇതിൽ ഈ തൊടുപുഴയിലേക്കുള്ളത്. ഇതുവഴിയാണ് കൂടുതലും ബസ്സുകൾ സർവീസ് നടത്തുന്നത്. വൈക്കം തൊടുപുഴ റൂട്ടാണ് ഇത്. നിരവധി KSRTC ബസ്സുകളാണ് ഈ റൂട്ടിൽ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണമായതുകൊണ്ട് വഴിത്തലയിൽ കടകളെല്ലാം അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ടൗണിലൊന്നും ആളുകളില്ല. വഴിയിലേക്ക് തണൽ വിരിച്ചു നിൽക്കുന്ന തണൽ മരങ്ങൾ, അതിനെയൊക്കെ ഇങ്ങനെ പിന്നിലാക്കി നമ്മളിങ്ങനെ കോലാനി ലക്ഷ്യമാക്കി പോവുകയാണ്. ഈ വഴിയിലൊരു പെട്രോൾ പമ്പാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതാണ് ഈ കാണുന്നത്. ഇനി അടുത്തൊരു പമ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ തൊടുപുഴ വരെ ചെല്ലേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് കൂത്താട്ടുകുളം അടുത്തെത്തിയാൽ മാത്രമേ നമുക്കൊരു പമ്പ് ഇനിയുള്ളൂ. വഴിയിലേക്ക് ചാഞ്ഞ് തിരിഞ്ഞ് നിൽക്കുന്ന തെങ്ങുകൾ, വലിയ ഫ്ലെക്സ് ബോർഡുകൾ, വലുതും ചെറുതുമായ വീടുകൾ, വഴിയിലെ കൃഷികൾ, എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ, നമ്മളെ മറികടന്നു പോകുന്ന വാഹനങ്ങൾ, നമ്മൾ മറികടന്നു പോകുന്ന വാഹനങ്ങൾ, അങ്ങനെ ഓരോ യാത്രയിലും കാഴ്ചകൾ വ്യത്യസ്തമാണ്. എന്നും പോകുന്ന വഴിയാണെങ്കിൽ പോലും ഓരോ ദിവസം പോകുമ്പോഴും
അവിടുത്തെ കാഴ്ചകൾ ഓരോ രീതിയിലായിരിക്കും. ഓരോ രീതിയിലും ഓരോ സമയത്ത് പോകുമ്പോഴും, ഓരോ സമയത്തല്ല, പല സമയത്ത് പോകുമ്പോഴും, അല്ലെങ്കിൽ ഒരു സമയത്ത് പോയാലും അവിടുത്തെ കാഴ്ചകൾ ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ കാഴ്ചകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ബസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങാതെ വഴി കാഴ്ചകളിങ്ങനെ കണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മുന്നേ പറഞ്ഞതുപോലെ തൊഴിലിലേക്കുള്ള റോഡിൽ ഇത് കുറച്ച് പ്രധാന പാതയായതുകൊണ്ട് വഴിക്ക് അല്പം കൂടി വീതിയുണ്ട്. 2 വലിയ വാഹനങ്ങൾക്ക് സുഗമമായി തന്നെ കടന്നു പോവാം. അതുകൊണ്ട് നമുക്ക് കാറിന് ആദ്യം വന്ന വഴിയിൽ കഴിഞ്ഞും കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇരുവശങ്ങളിലും കാട് പിടിച്ച് വലിയ മരങ്ങൾ ഒക്കെ തണൽ വീച്ച് നിൽക്കുന്നതാണ് വഴിയുടെ ഇരുവശങ്ങളിലും. എന്നാൽ വെയിൽ യഥേഷ്ടം വഴിയിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ഒരു ബസ് പോകുന്നു. ആ ബസ് വൈക്കത്തിനുള്ള ബസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇത് വൈക്കം തൊടുപുഴ റൂട്ടാണ്. ഒരു കാലത്ത് ഇതുവഴി മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളായിരുന്നു ഓടിയിരുന്നത്. ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 95% തന്നെ KSRTC ആണ് സർവീസ് നടത്തുന്നത്. വിരലിലെണ്ണാവുന്ന പ്രൈവറ്റ് ബസ്സുകൾ മാത്രമേ ഈ വഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വീണ്ടും കയറ്റങ്ങളും ഇറക്കങ്ങളുമാണ്. വലിയ വളവുകളും തിരിവുകളും ഒക്കെ കിടന്ന് നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളും തുടരുകയാണ്. വലിയൊരു വളവാണ്. സത്യം പറഞ്ഞാൽ ഈ വഴിയിൽ കൃത്യമായ മാർക്കിങ്ങുകളോ ദിശാബോർഡുകളോ ഒന്നും ഇല്ലയെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പണ്ടപ്പോഴോ വെച്ച ദിശാബോർഡുകൾ പായൽ പിടിച്ച് മങ്ങി കളറ് പോയിരിക്കുന്ന അവസ്ഥയാണ്. ഇതിപ്പോൾ ഈ വളവിലേക്കൊക്കെ വരുമ്പോൾ എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചെന്ന് കഴിയുമ്പോഴേ അറിയുന്നുള്ളൂ വളവ് ഇടത്തേക്കാണോ വലത്തേക്കാണോ എന്നുള്ളതൊക്കെ. കൃത്യമായ മാർക്കിങ്ങുകളൊക്കെ റോഡിൽ കൊടുത്ത് ലൈൻ ട്രാഫിക് നിയമങ്ങളൊക്കെ നമ്മൾ പാലിച്ച് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അപകടങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിലായിരിക്കും ഓവർടേക്ക് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഇവിടെയുള്ള 90% ആളുകളും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി പോയി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ശ്രമിച്ചാൽ അതൊക്കെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓവർടേക്കിംഗ് പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഓവർടേക്ക് ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആക്സിഡൻറ്റുകൾ കുറയ്ക്കാം. കൃത്യമായ ലൈൻ മാർക്കിങ്ങുകൾ എല്ലാ വഴിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ യാത്ര അതുപോലെ സുഗമമാക്കാം. ഇതിപ്പോൾ ഈ വഴിയിലൊന്നും യാതൊരുവിധ മാർക്കിങ്ങുകളും ഇല്ല. മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സെൻട്രൽ മാർക്കിങ്ങും സൈഡ് മാർക്കിങ്. ഇപ്പോൾ ഇവിടെ സൈഡ് മാർക്കിംഗ് ഒക്കെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതൊക്കെ കാലത്തിൻ്റെ പഴക്കത്തിനനുസരിച്ച് മാഞ്ഞു വരികയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ജംഗ്ഷൻ നെടിയസാല എന്ന് പറയുന്ന ജംഗ്ഷനാണ്. ആ നെടിയസാല ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാനം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നു, പഞ്ഞിക്കെട്ടുകൾ പോലെ ഉള്ള ഇത്. പക്ഷേ ഇടയ്ക്ക് ചെറിയൊരു മഴക്കാറിൻ്റെ രൂപവും നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിൽ തെളിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ചെറിയൊരു മഴക്കാറ്. ഈ ലൈൻ ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കൃത്യമായ മാർക്കിങ് ചെയ്യാൻ അധികാരികൾ കൂടി ശ്രമിച്ചാലേ നമ്മളീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുകയുള്ളൂ എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പല സ്ഥലങ്ങളിലും
ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈൻ മാർക്കിങ്ങുകൾ പ്രോപ്പറായിട്ടല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ലൈൻ ട്രാഫിക് എത്രമാത്രം നോക്കി ഓടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കതിനെ കണ്ണടച്ച് വിടാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാത്ത പക്ഷം അതൊക്കെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ്. ഇങ്ങനെ മറ്റൊരു വീഡിയോയിൽ അത്തരത്തിലുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. തൊടുപുഴയിലേക്ക് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയിലെ കോലാനി ജംഗ്ഷനിലേക്ക് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വണ്ടികളുടെ എണ്ണം കൂടുന്നുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ ഇപ്പം 5-6 വണ്ടികൾ പെട്ടെന്ന് കടന്നുപോയി. പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെയാണ് നമ്മുടെ കാഴ്ചകൾ കടന്നു പോകുന്നത്. നമ്മൾ അവസാനം കോലാനിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ യാത്രയുടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണാം.